ഈസ്റ്റർ കാലം 1-ാം വ്യാഴം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. മുന്തിരിവള്ളി എന്ന പോലെ തന്നെ അത്തിവൃക്ഷവും ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടുപിടിപ്പിച്ച അത്തിമരം ഫലം ചൂടാത്തതിനാൽ വെട്ടിക്കളയാൻ യജമാനൻ കൽപ്പിക്കുന്നതും. എന്നാൽ വളം നൽകി 3 കൊല്ലം കഴിഞ്ഞിട്ടും ഫലം നൽകുന്നില്ലെങ്കിൽ വെട്ടിക്കളയാമെന്നും കൃഷിക്കാരൻ യേശു ആവശ്യപ്പെടുന്നതും. ഫലം ചൂടാത്ത ഇസ്രായേൽ വംശത്തിന് അവസാനമായി നീട്ടിക്കൊടുത്ത അവസരമാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ 3 വർഷം. എന്നിട്ടും അനുതപിക്കാതിരുന്ന ആ ജനതയെ സമൂലം തള്ളിക്കളഞ്ഞ ചരിത്രത്തിന്റെ മുന്നോടിയാണ് ഉണങ്ങിപ്പോയ അത്തിമരം. മർക്കോസിന്റെ സുവിശേഷത്തിൽ തളർത്തു നിൽക്കുന്ന അത്തിമരം കണ്ടപ്പോൾ ഇലകൾ കൊഴിഞ്ഞ് തളിർക്കുമ്പോഴാണ് അത്തിമരം പൂക്കുക, പഴം ഉണ്ടാകുമെന്ന് യേശു തെറ്റിദ്ധരിച്ചു. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കപട ജീവിതത്തോടുള്ള ദൈവത്തിന്റെ അസഹിഷ്ണുതയാണ് ഈ നാശത്തിന്റെ മറ്റൊരു കാരണം. യേശുവിനെ കുരിശിൽ തറച്ച മരം ആദ്യ മാതാപിതാക്കളെ ആദ്യ പാപത്തിലേക്ക് വശീകരിച്ച ആ മരമാണെന്നും അന്നവർ നാണം മറയ്ക്കാൻ ഉപയോഗിച്ചത് അത്തി ഇലകളായിരുന്നുവെന്നും, എന്നാൽ ഇനി പാപത്തെയും അതുവഴി മരണത്തെയും ലോകത്തിലേക്ക് കൊണ്ടുവന്ന അത്തിമരത്തിന് പകരം സ്വന്തം ജീവൻ അർപ്പിച്ചുകൊണ്ട് ശാപത്തെ രക്ഷയാക്കി തീർത്ത സംഭവത്തെയും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേൽ ശാപം ഏറ്റെടുത്ത് പുതിയ ജനത്തിന് രൂപം കൊടുത്തുകൊണ്ടാണ് രക്ഷണീയ കർമ്മം പൂർത്തിയാക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാം രക്ഷയുടെ പാതയിലാണോ സഞ്ചരിക്കുന്നത്?